മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ വീഡിയോകൾ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ കാർഷിക വിജ്ഞാന വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന രണ്ട് യുവാക്കളാണ് ഈ നിൽക്കുന്ന സുഹൃത്തുക്കൾ. അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഇവർ നമ്മുടെ വീഡിയോകൾ സ്ഥിരമായി കാണുകയും കൃഷിയെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ എന്നോട് ചോദിക്കുകയൊക്കെ നിരന്തരമായി ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് രാവിലെ വാഴ കൃഷിയെപ്പറ്റി കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ഈ അവർക്ക് ജോലി ഗവൺമെൻറ് സർവീസിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുന്നിടം വരെയൊക്കെ ഒരു വരുമാന മാർഗ്ഗമായി സ്വന്തമുള്ള നിലയിൽ കൃഷി വരുമാന മാർഗ്ഗമായി സ്വീകരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് അവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഴ കൃഷിയാണ്. അപ്പോൾ ഒരു പൈസ പോലും ചിലവില്ലാതെ തന്നെ അവർക്ക് പുരയിടങ്ങളും അതുപോലെ തന്നെ നിലങ്ങളും ഒക്കെ കൊടുക്കാവുന്ന പലരും ഏറ്റിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വാഴകൾ വയ്ക്കുന്ന വാഴ വിത്തുകൾ വിരിച്ച് വയ്ക്കുക, അതല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങിച്ച് വയ്ക്കുക, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഇവർ മനസ്സിലാക്കാനും ഒക്കെയാണ് എന്നെ സമീപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വീഡിയോയിൽ കണ്ട വിവരങ്ങളും എൻ്റെ ചില നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് അവർ ഒരു വാഴ നടുകയാണ്. രണ്ടുപേർക്കും കൃഷിയോടൊപ്പം നല്ല താല്പര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വാഴ ഇപ്പം വെച്ചത് അവർ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വാഴ അതിൻ്റെ വേരുകളൊക്കെ നീക്കം ചെയ്ത് കളഞ്ഞു. വേര് നീക്കം ചെയ്തതിന് ശേഷം പിന്നെ വാഴ നല്ല മാതൃസസ്യത്തിൽ നിന്ന് തന്നെയാണ് അവർ വാഴ പിരിച്ചെടുത്തത്. അപ്പോൾ ഞാലിപ്പൂവൻ വാഴയാണ് അവരാദ്യമായിട്ട് വെച്ചത്. അപ്പോൾ എന്താണ് ഞാലിപ്പൂവൻ വാഴയുടെ ഇത്ര സ്നേഹമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മാർക്കറ്റിൽ നല്ല വില കിട്ടും, അതുപോലെ തന്നെ പഴത്തിന് വളരെ സ്വാദാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇലയും അതുപോലെ തന്നെ കൊലകളും കിട്ടും, ഇലകളും ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ അവർക്ക് കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഭക്ഷണം ചോറൊക്കെ ഇലയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്നതിന് താല്പര്യമുണ്ട്. അപ്പോൾ പൊതിച്ചോറ് കഴിച്ചിട്ടില്ലാത്ത മുൻകാല വിദ്യാർത്ഥികൾ വളരെ കുറവാണ്. അപ്പോൾ മുൻകാല വിദ്യാർത്ഥികൾക്ക് ആ പൊതിച്ചോറിൻ്റെ സ്വാദ് നാക്കിൽ നിന്നും ഇതുവരെ പോയിട്ടില്ല. എൻ്റെയൊക്കെ അനുഭവത്തിൽ വളരെയധികം സ്വാദിഷ്ടമാണ് ആ പൊതിച്ചോറ്. ചൂട് ചോറ് ഇലയിൽ വെച്ച് ചമ്മന്തിയും മറ്റ് കറികളും ഒക്കെ വെച്ച് കെട്ടി ഉച്ചയ്ക്ക് ആ ചോറ് അഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സുഗന്ധവും ഒക്കെ അത് അനുഭവിച്ചവർക്ക് അത് മതിയാവും. അപ്പോൾ അത്തരത്തിൽ വീട്ടിൽ നിന്ന് തന്നെ ചോറ് തയ്യാറാക്കി കൊണ്ടുപോകാൻ ഇല ആവശ്യമാണെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ ഇലയ്ക്ക് നല്ല മാർക്കറ്റുണ്ട്. അവരെ ഒരു കണ്ടം പാട്ടമെടുത്ത് 1000-ഓളം വാഴകൾ അവരുടെ രക്ഷകർത്താക്കളുടെ സഹായത്തോടെ ചെയ്യാൻ രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചു നിന്ന് 1000 ഞാലിപ്പൂവൻ വാഴ വയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അവരെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നാണ് ബോബി എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും കൊടുക്കാൻ നേരിട്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റും ആ ഞാലിപ്പൂവൻ വാഴയുടെ ചുറ്റും ഇഷ്ടംപോലെ വിത്തുകളുണ്ടാകും. ആ വിത്തുകൾ കൂടെ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇല കണ്ടിച്ചെടുക്കാം. ഇല ചുവട്ടിൽ നിന്ന് തന്നെ കണ്ടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ഇലയ്ക്ക് 20 രൂപയോളം വില കിട്ടും. ഒപ്പം ഞാലിപ്പൂവൻ വിലയ്ക്ക് നല്ല വിലയും കിട്ടും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇലയും കൊലയും വിറ്റ് കാശാക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരിടത്താവളമായിട്ട് വരുമാന മാർഗം ഉണ്ടാക്കാൻ, ഒപ്പം നമ്മുടെ നാടിന് നമ്മുടെ സഹജീവികൾക്കൊക്കെ പ്രയോജനപ്രദമായ കൃഷിയോട് താല്പര്യം കാണിക്കുന്ന ഈ രണ്ട് സുഹൃത്തുക്കൾക്കും ഇലഞ്ഞൂർ ബ്ലോഗ് കൃത്യമായ അഭിനന്ദനം അർഹിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വലിയ കൃഷിക്കാരാവട്ടെ, കർഷകരാകട്ടെ, അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനം ഭക്ഷണക്ഷാമം മാറുന്നതിന് നിങ്ങളിലൂടെ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഭാഗത്തുണ്ടാവും. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇത്തരം വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ, കൃഷിയെയും കർഷകരെയും നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ, ഇത്തരം അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹൃദ്യമായ നന്ദി, നമസ്കാരം.